ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മെന്റേഴ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു സെഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ ലാസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സസിനെ കുറിച്ചാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന ആശയങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കടമെടുത്തത്, അത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തു അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടുകളിൽ നിന്ന് കടമെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ക്രിട്ടിക്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ബാങ്ക് ഓഫ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. കടമെടുത്ത ആശയങ്ങളുടെ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ഭരണഘടന റെഫർ ചെയ്തുകൊണ്ട് അവിടുന്ന് ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ബോഡി. അപ്പൊ അത്തരത്തിൽ റെഫർ ചെയ്തിട്ട് ലോകത്തുള്ള മറ്റ് പല രാജ്യങ്ങളുടെയും ഭരണഘടനയെ റെഫർ ചെയ്തിട്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ട് ആയിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ആ ആക്ടിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് അതിന്റെ മേക്കേഴ്സ് കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടോപ്പിക് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ആക്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ നിയമത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് കടമെടുത്ത പ്രധാനപ്പെട്ട 4 ആശയങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് ഓഫീസ് ഓഫ് ദി ഗവർണർ. ഗവർണർ എന്ന് പറഞ്ഞ പോസ്റ്റ് നമുക്കറിയാം അല്ലെ, നമ്മുടെ സംസ്ഥാനങ്ങൾക്കകത്തൊക്കെ ഗവർണർമാരുണ്ട്. എന്നാൽ നമ്മൾ സ്വതന്ത്രമാവുന്നതിന് മുമ്പും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗവർണേഴ്സും ഗവർണർ ജനറൽമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗവർണർ എന്ന് പറയുന്ന ആശയത്തെ ആക്ച്വലി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റുകളാണ്. അപ്പം സ്പെസിഫിക്കലി നമ്മൾ ഇന്ന് കാണുന്ന ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്ന ആശയത്തെ നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് 1935 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ആക്ടിൽ നിന്നാണ് ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന അതേ രീതി എന്നല്ല, എന്നാൽ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആശയത്തെ ആ ഐഡിയനെ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. രണ്ടാമതായിട്ട് ആ ആക്ടിൽ നിന്ന് നമ്മൾ കടമെടുത്തത് എമർജൻസി പവേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. എമർജൻസി പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. പ്രസിഡന്റ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുള്ളത്. നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസി ഓർ പ്രസിഡൻസ് റൂൾ എന്നൊക്കെ അറിയപ്പെടുന്ന എമർജൻസി, മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 3 രീതിയിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ എമർജൻസി പവേഴ്സ് എന്ന് പറയുന്ന ആശയങ്ങളെ നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ മാതൃകയാക്കിക്കൊണ്ടാണ് എന്നുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫെഡറൽ ജുഡീഷ്യറി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ്. ഫെഡറൽ ജുഡീഷ്യറി. അപ്പൊ നമ്മുടെ ജുഡീഷ്യറിയെ, നമ്മുടെ ഇന്ത്യയിലുള്ള ജുഡീഷ്യറിയെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ജുഡീഷ്യറി ഫെഡറൽ സംവിധാനം ഫോളോ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ്. അപ്പൊ ആക്ച്വലി വാട്ട് യു മീൻ ബൈ ഫെഡറൽ എന്നുള്ളൊരു ചോദ്യം വന്നു. എന്താണ് ഫെഡറൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉള്ള ഒരു 2 തരത്തിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു കൂടുതൽ അധികാരമുള്ള ആളുകൾ താഴെ തട്ടിലേക്ക് അധികാരത്തെ വിഭജിച്ച് നൽകുന്ന ഒരു രീതിയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ വെച്ച് നോക്കുക.
സെൻട്രൽ ഗവൺമെന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റുമായിട്ട് അധികാരം പങ്കിടുന്നു. അതുപോലെ സ്റ്റേറ്റ് തിരിച്ചും പല കാര്യങ്ങളിലും സെൻട്രലിനെ ആശ്രയിച്ചും അല്ലെങ്കിൽ സെൻട്രലിനോട് കടപ്പെട്ടും അല്ലെങ്കിൽ സെൻട്രലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പരം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് ഒരു ഫെഡറൽ രീതി എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിയിലും ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ ജുഡീഷ്യറിക്ക് ഒരു പിരമിഡ് സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമ്മളൊരു ത്രികോണം വരച്ചതുപോലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ജുഡീഷ്യറിക്ക് എന്ന് പറയാറുണ്ട്. അതിന്റെ ഏറ്റവും ഉന്നതിയിൽ സുപ്രീം കോടതി ഉണ്ട്, അതിന് താഴെ ഹൈക്കോടതി ഉണ്ട്, അതിന് താഴെ ജില്ലാ കോടതികളും സെഷൻസ് കോടതികളും ഉണ്ട്, അതിന് താഴെ എന്താണ് മുൻസിഫ് മജിസ്ട്രേറ്റ് എന്ന രീതിയിലൊക്കെ ക്രിമിനൽ സിവിൽ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ട്രക്ചർ, ഒരു ഹൈറാർക്കി കൃത്യമായി നമ്മുടെ കോടതി സംവിധാനങ്ങൾക്കുണ്ട്. എന്നാൽ ഇത് തമ്മിൽ കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. നമ്മൾ ഒരു കോടതിയിൽ നിന്ന് ഒരു വിധി നമുക്ക് അനുകൂലമായി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മേലെയുള്ള കോടതിയിൽ അതിന് അപ്പീലുമായി പോവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ കോടതികളുടെ ശ്രേണി എങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ അകത്തൊരു പവർ ഹൈറാർക്കിയും ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫെഡറൽ രീതിയുണ്ട്. അതിനെയാണ് ഇവിടെ ഫെഡറൽ ജുഡീഷ്യറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫെഡറൽ ജുഡീഷ്യറി എന്ന് പറയുന്ന പോയിന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. നാലാമതായിട്ട് നമ്മൾ കടമെടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആശയം എന്ന് പറഞ്ഞാൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇപ്പൊ PSC എന്നൊക്കെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ, പൊതുപരീക്ഷകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് PSC എന്ന് പറഞ്ഞാൽ. സെൻട്രൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് PSC. അപ്പം യൂണിയൻ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ നമുക്ക് സർക്കാർ സർവീസുകളിലേക്ക് ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസി ആയിട്ട്, റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആണ്. ഇവരാണ് സിവിൽ സർവീസ് പരീക്ഷകൾ പോലെയുള്ള പ്രധാനപ്പെട്ട എക്സാംസും സെൻട്രൽ ഗവൺമെന്റിലേക്ക് ആളുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എക്സാംസ് ഒക്കെ നടത്തുന്നത്. സംസ്ഥാന തലങ്ങളിൽ സ്റ്റേറ്റ് PSCകൾ ഉണ്ടാവാറുണ്ട്. കേരള PSC ഒക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ അത്തരത്തിലുള്ള PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ, പൊതു ജോലിയിലേക്ക് ആളുകളെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള കമ്മീഷൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇത് നമ്മൾ ഈ ഒരു ആശയത്തെ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ ഇത്രയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അതിനുശേഷം അടുത്തതായിട്ട് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് അഥവാ UK നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആയിട്ട് അവിടെ പറയുന്നത് ഏതാണ്? ആദ്യം തന്നെ പറയുന്നത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. എന്താണ് റൂൾ ഓഫ് ലോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഡയസി എന്ന് പറയുന്ന ഒരു ലോയുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫർ അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് ഈ ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ലോയെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. അപ്പൊ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോയിൽ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. 2 ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ ആണ്. ഒന്ന് ഇക്വാളിറ്റി ബിഫോർ ലോ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ? നിയമത്തിന് മുന്നിലുള്ള തുല്യത. നിയമത്തിന് മുന്നിൽ വലുപ്പ ചെറുപ്പങ്ങളില്ല, എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇക്വാളിറ്റി ബിഫോർ ലോ. അത് നമ്മൾ ആർട്ടിക്കിൾ 14 അകത്ത് കൃത്യമായിട്ട് നമ്മുടെ മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ട്, റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെങ്കിൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ റൂൾ ഓഫ് ലോയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബേസിക് ലോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് റൂൾ ഓഫ്, അപ്പൊ ആ ഒരു ആശയത്തെയും ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ അല്ലെങ്കിൽ ഇക്വാളിറ്റി ബിഫോർ ലോ പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വിശേഷിച്ചും റൂൾ ഓഫ് ലോ പ്രത്യേകിച്ചും നമ്മൾ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ റൂൾ ഓഫ് ലോയിൽ നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പോയിന്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് ആണ്. നിയമത്തിന് തുല്യമായിട്ട് സംരക്ഷിക്കണം എന്നുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ നിയമം തുല്യമായിട്ട് സംരക്ഷിക്കണം എന്നുള്ള ഒരു പോയിന്റ് ആണ്.
അപ്പം നിയമം എല്ലാ ആളുകളെയും തുല്യരായിട്ട് സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു ആശയം പക്ഷേ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നിലനിൽക്കുന്നത് എപ്പോഴും റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ കൂടെയാണ്. റൂൾ ഓഫ് ലോ ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇക്വാളിറ്റി ബിഫോർ ലോയും ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് അമേരിക്കയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിമിലർ സർക്കംസ്റ്റാൻസസിലുള്ള ആളുകൾ എല്ലാവരെയും സിമിലർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരുപോലെ ഉള്ളവരെ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. ഒരുപോലെ ഇല്ലാത്ത ഒരാളെയും അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളെ തമ്മിൽ ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശയമാണ് അത് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് എവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അതെല്ലാം ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഓർക്കുക? റൂൾ ഓഫ് ലോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യ ഇന്നും ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആണ്. ലോകത്ത് പാർലമെന്ററി രീതിയിലുള്ള ഗവൺമെന്റ് മാത്രമല്ല ഉള്ളത് ജനാധിപത്യ രാജ്യങ്ങളിൽ. പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഗവൺമെന്റ് ഉള്ള രാജ്യങ്ങളുണ്ട്, അമേരിക്കയൊക്കെ പോലെ. പക്ഷെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഇവിടെ എന്താണ്? നമ്മുടെ ജനങ്ങൾ നേരിട്ട് അവരുടെ ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ രാജ്യത്തിന് രണ്ട് തലവന്മാരുണ്ട്. ഒന്ന് രാഷ്ട്ര തലവനായിട്ടും ഒന്ന് സർക്കാരിന്റെ ഗവൺമെന്റിന്റെ തലവനായിട്ടൊരു വ്യക്തിയുമുണ്ട്. അത് നമ്മൾ റിയൽ ഹെഡ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെയാണ് പറയാറുള്ളത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഹെഡ്, ഡിഫാക്ടോ ഹെഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ്. പ്രസിഡന്റ് പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. ജനങ്ങൾ നേരിട്ടല്ല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, പക്ഷേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. എന്നിരുന്നാലും പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പ്രസിഡന്റ് ആണ് രാഷ്ട്ര തലവൻ. അവിടെ ഡി ജൂർ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിന്റെ ഡി ജൂർ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ള തലവൻ എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ ഗവൺമെന്റിന്റെ തലവനായിട്ട് ഉള്ളത് ആരാണ്? രാഷ്ട്രപതിയാണോ? അല്ല, അതാരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്. അദ്ദേഹമാണ് റിയൽ ഹെഡ് എന്നറിയപ്പെടുന്നത്. പ്രസിഡന്റ് എന്താണ്? നോമിനൽ ഹെഡ് മാത്രമാണ്. റിയൽ ഹെഡ്, യഥാർത്ഥത്തിൽ അധികാരം കൈയാളുന്നത്, യഥാർത്ഥത്തിൽ പവർഫുൾ ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് റിയൽ ഹെഡ് എന്ന് വിളിക്കാറുള്ളത്. നമ്മൾ അവിടെ ഡി ജൂർ എന്ന് പ്രസിഡന്റിനെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഡി ഫാക്ടോ ഹെഡ് എന്ന് പ്രൈം മിനിസ്റ്ററെ വിളിക്കാൻ വേണ്ടി പറ്റും. പ്രൈം മിനിസ്റ്റർ ഇസ് ദി ഡി ഫാക്ടോ ഹെഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ട് തലവന്മാർ, ഒന്ന് രാഷ്ട്ര തലവനും ഒരാള് പിന്നെ ഗവൺമെന്റിന്റെ തലവനുമായിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയാണ് നമ്മളെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാർലമെന്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിയമം ഉണ്ടാക്കുന്ന അതോറിറ്റി ആയിട്ട്, ഏറ്റവും വലിയ ലെജിസ്ലേച്ചർ ആയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ യൂണിയൻ ലെജിസ്ലേച്ചർ ആയിട്ട് പ്രവർത്തിക്കുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റിൽ ഉണ്ടാവുന്ന, എന്നാൽ പാർലമെന്റിന്റെ ഭാഗമായിട്ട് ആരുമുണ്ട്? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോകസഭ, രാജ്യസഭ എന്നുള്ളതാണ് പാർലമെന്റ്. അതിന്റെ രണ്ട് ഹൗസസ് ആയിട്ട് പറയുന്നത്. എന്നാൽ അതിന്റെ അകത്ത് ആരും കൂടെ ഇൻക്ലൂഡഡ് ആണ്, പ്രസിഡന്റും കൂടെ ചേരുന്നതാണ് ഒരു പാർലമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ പാർലമെന്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട, വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെക്കുന്ന പോയിന്റ്സ്. എന്നിരുന്നാലും നമ്മളൊരു പാർലമെന്ററി ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റിനെയാണ് നമ്മളിവിടെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവരാണ് നമ്മളെ ഭരിക്കുന്നത്. എന്നാൽ രാഷ്ട്രത്തലവനായിട്ടുള്ള ആളും ജനങ്ങൾ നേരിട്ടല്ലെങ്കിൽ പോലും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് രാഷ്ട്രത്തലവനും. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട, പാർലമെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേം ആണ് ഇന്ത്യ ബൈക്യാമറലിസം ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് ഹൗസസ് ഉള്ള ആ ഒരു സ്ഥിതി വിശേഷത്തെയാണ് ബൈക്യാമറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയമനിർമ്മാണ സഭ, രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ എന്താണ്? പാർലമെന്റ് ആണ്. ആ പാർലമെന്റിന് രണ്ട് ഹൗസസ് ഉണ്ട്, ലോകസഭ, രാജ്യസഭ. ഒന്നിനെ അപ്പർ ഹൗസ്, ലോവർ ഹൗസ്. ലോകസഭയാണ് ലോവർ ഹൗസ്, അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. ഈ രണ്ട് സഭകളാണ് നമ്മുടെ പാർലമെന്റിന്റെ രണ്ട് ഹൗസസ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ പാർലമെന്റിന് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് ഹൗസസ് ഉള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ബൈക്യാമറലിസം ഫോളോ ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്. 6ഓളം സ്റ്റേറ്റുകളുണ്ട്, കർണാടകയൊക്കെ പോലെ. എന്നാൽ നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സ്റ്റേറ്റുകൾക്കകത്ത് ബൈക്യാമറലിസം അല്ല ഫോളോ ചെയ്യുന്നത്. പകരം എന്താണ്? യൂണിക്യാമറലിസം ആണ്. അവിടെ ഏക
ഹൗസ് മാത്രമുള്ള ഒരു ലെജിസ്ലേച്ചർ ആണ് സംസ്ഥാനങ്ങൾക്കകത്ത് മിക്ക സ്റ്റേറ്റുകളിലും ഉള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ബൈക്യാമറലിസം ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റുകളും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കകത്തുണ്ട്, കർണാടക ഒക്കെ പോലുള്ള 6 സ്റ്റേറ്റുകൾ. അപ്പൊ അതായിരുന്നു നമ്മുടെ അടുത്ത പോയിന്റ്, ബൈക്യാമറലിസം ഇന്ത്യ UK കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാബിനറ്റ് സിസ്റ്റം ആണ്. ക്യാബിനറ്റ് സിസ്റ്റം ആണ്. അപ്പൊ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ രീതിയാണ്. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ക്യാബിനറ്റ് സിസ്റ്റം നമ്മൾ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് വന്നിട്ട് പ്രൈം മിനിസ്റ്റർ ആണ്, ഓഫീസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ആണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ UK കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നീട് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ലോകസഭ സ്പീക്കറിന്റെ കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സ്പീക്കർ ഓഫ് ദി ലോകസഭ എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ എവിടെ നിന്ന് എടുത്തതാ? UK അഥവാ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആക്ച്വലി ലോകസഭയുടെ അധ്യക്ഷനാണ്, അല്ലെങ്കിൽ ലോകസഭ എന്ന് പറയുന്ന ഹൗസിന്റെ ചെയർപേഴ്സൺ ആണ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ. ലോകസഭയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കും? നമ്മൾ പാർലമെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് എല്ലാം, റൂൾ ഓഫ് ലോ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാ? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്തത് റിട്ട് ആണ്. റിട്ട് എന്ന് പറയുമ്പോൾ റിട്ട് എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഓർഡർ ആണ്. കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ലീഗൽ ഓർഡറിനെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുക. അപ്പൊ ഏത് കോടതി എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാ കോടതികളും റിട്ട് പുറപ്പെടുവിക്കാവോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. റിട്ട് ഈസ് എ ലീഗൽ ഓർഡർ പ്രൊനൗൺസ്ഡ് ബൈ വിച്ച് കോർട്ട്? ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രം അധികാരപ്പെട്ട ഒരു പുറപ്പെടുവിക്കാൻ അധികാരപ്പെട്ട ഒരു ഓർഡർ ആണ് റിട്ട് എന്ന് പറഞ്ഞാൽ. ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റും അതുപോലെ ലീഗൽ റൈറ്റ് വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു ഹൈക്കോടതി റിട്ട് ജൂറിസ്ഡിക്ഷൻ ഹൈക്കോടതിക്ക് കൊടുക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർട്ട് 3-ലൊക്കെയാണ് റിട്ട് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്ന പാർട്ടിന്റെ അകത്ത് റിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കുന്ന സമയത്ത് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. റിട്ട് എന്ന് പറഞ്ഞാൽ ലീഗൽ ഓർഡർ. ഏത് കോടതിയാണ് പുറപ്പെടുവിക്കുന്നത്? ഹൈക്കോർട്ടോ സുപ്രീം കോർട്ട്. റിട്ട് എന്ന് പറയുന്ന പ്രൊവിഷനെ നമ്മൾ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് CAG ആണ്. CAG എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന, അതിന്റെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരു അതിൽ ഏറ്റവും ഉയർന്ന പദവി എന്ന രീതിയിൽ പറയുന്ന ഒരു പോസ്റ്റാണ് CAG-യുടേത്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് CAG. സർക്കാർ കൊടുക്കുന്ന, ഇപ്പൊ കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും സർക്കാർ കൊടുക്കുന്ന വരവ് ചെലവ് കണക്കുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഓഡിറ്റ് ചെയ്യും. അത് കൃത്യമാണെന്ന് ഉറപ്പാക്കുകയും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കുകളാണെങ്കിൽ അത് നോക്കിയതിനു ശേഷം, അതിന്റെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്തതിനു ശേഷം, ഓഡിറ്റിംഗ് നടത്തിയതിനു ശേഷം അതിന് പ്രസിഡന്റിന് അതിന് സംബന്ധിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുകയും, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെങ്കിൽ അതായത് സ്റ്റേറ്റിന്റെ കൺസേൺഡ് ഗവർണർക്ക് അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഒരു ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 148-ലൊക്കെ പറയുന്ന 148, 149, 150, 151-ലായിട്ട് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG. അപ്പൊ അങ്ങനെ ഒരു ഓഫീസ് CAG എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ മാതൃകയാക്കിയിട്ടുള്ളതാണ്. അടുത്തൊരു പോയിന്റോട് കൂടി ബ്രിട്ടനിൽ നിന്ന് എടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങൾ അവസാനിക്കും. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏക പൗരത്വം. ഇന്ത്യ ഏക പൗരത്വം നൽകുന്ന രാജ്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു പൗരത്വം എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് വേറെ പൗരത്വം ഒന്നും ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അമേരിക്കയൊക്കെ അങ്ങനെയുള്ള ഡുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ബ്രിട്ടന്റെ മാതൃകയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഡീൽ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറയുന്ന പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 2 നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് അപ്പൊ UK-യിൽ നിന്ന് കടമെടുത്ത അല്ലെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ USA-യിൽ നിന്ന് കടമെടുത്തതായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടമെടുത്ത ആശയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഏറ്റവും ആദ്യം 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു.
പിന്നീട് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുനിന്ന് കടമെടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഏറ്റവും ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിന് ഒരു ആൻസർ നമ്മൾ USA കോൺസ്റ്റിറ്റ്യൂഷനെ നോക്കിയിട്ടാണ് അതിനൊരു തീരുമാനം വരുന്നത്. ഫോർമാറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് റിട്ടൺ ഫോർമാറ്റിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ റിട്ടൺ ഫോർമാറ്റിൽ ഒരു ഭരണഘടന വേണമെന്ന് ഇന്ത്യ ഡിസൈഡ് ചെയ്യുന്നത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാതൃകയാക്കിയിട്ടാണ്. അപ്പൊ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയനെ തന്നെ നമ്മൾ എവിടെ നിന്ന് ബോറോ ചെയ്തു? USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിതമായിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് USA എന്ന് ബോറോ ചെയ്ത ഒന്നാമത്തെ പ്രിൻസിപ്പിള്. രണ്ടാമതായിട്ട് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആമുഖം. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് എന്റെ ഫസ്റ്റ് ഭാഗത്ത് അതിന്റെ ഒരു ആമുഖമായിട്ട് മുഖൗരയായിട്ട് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. ആ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫിലോസഫി, ഭരണഘടന എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ആക്ച്വലി അതിന്റെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാല്. പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് ആയിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ് അല്ലെ. പ്രിയാമ്പിളൊക്കെ നമ്മള് പ്രിയാമ്പിൾ വായിച്ചു തന്നെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ഐഡിയ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു പ്രിയാമ്പിൾ വേണം എന്ന് പറഞ്ഞ ഐഡിയ നമ്മൾ ആക്ച്വലി ബോറോ ചെയ്തേക്കുന്നത് ഈ പറയുന്ന അമേരിക്കയുടെ അഥവാ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എന്നാൽ ആക്ച്വലി പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മുമ്പാകെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വായിക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് അല്ലെങ്കിൽ അതിലെ കണ്ടൻസ് ആണ് പിന്നീട് പ്രിയാമ്പിളായി മാറിയത്, അല്ലെങ്കിൽ പ്രിയാമ്പിളിന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. എന്നാല് അത് പ്രിയാമ്പിളിന്റെ കണ്ടൻസ് ആണ്, അല്ലെങ്കിൽ പ്രിയാമ്പിളിന്റെ അകത്തുള്ള ആശയങ്ങളാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. എന്നാൽ പ്രിയാമ്പിൾ വേണം എന്നുള്ള ഒരു മാതൃക, ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ എന്ന മാതൃക നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർമ്മയുണ്ടാവണം. അടുത്തതായിട്ട് നമ്മൾ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത ആശയമായിട്ട് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് 3 എന്ന് പറഞ്ഞാൽ, അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ ഉൾപ്പെടുന്ന ഒരു ആർട്ടിക്കിൾസ് വരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം 3 അഥവാ 3 എന്ന് പറഞ്ഞാൽ. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആശയം ആക്ച്വലി ലോകത്ത് ആദ്യമായിട്ട് എന്താണ് മാഗ്ന കാർട്ട, കിങ് ജോണിന്റെ മാഗ്ന കാർട്ടയിലൂടെ ഇംഗ്ലണ്ടിലാണ് വരുന്നുണ്ടായിരുന്നത്. എന്നാൽ ലോകത്ത് പല രാജ്യങ്ങളും ആ മാതൃക പിന്നീട് നടപ്പിലാക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ വളരെ ഭംഗിയായ രീതിയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ ജനങ്ങൾക്ക് ഏതാനും അവകാശങ്ങൾ ഉണ്ട്, അത് ഏറ്റവും ഫണ്ടമെന്റൽ ആണ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ. ആ മാതൃകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് അമേരിക്കയിൽ പറയുന്ന ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ആശയമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആശയമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന വന്ന സമയത്ത് നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു മൗലിക അവകാശം അല്ലാണ്ടായി മാറിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 6 മൗലിക അവകാശമായിട്ട് നമ്മുടെ മൗലിക അവകാശങ്ങൾ കുറഞ്ഞിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ വേണ്ടി പറ്റും. അത് റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട്, ആ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഓർഡറിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെറ്റീഷൻസ് നമ്മൾ റിട്ട് പെറ്റീഷൻ ആയിട്ടാണ് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യാറുള്ളത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് 6 എണ്ണമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട് 3 ആണ്, നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ നമ്മൾ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ജുഡീഷ്യറി, ഇന്ത്യയുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. നമ്മൾ നേരത്തെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഫെഡറൽ ജുഡീഷ്യറി എന്നുള്ള പോയിന്റ് അവിടെ നിന്നാണല്ലേ, ആശയം നമ്മൾ അവിടെ നിന്ന് എടുത്തു. ഇവിടെ എന്ത് പറയുന്നു? ഇവിടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ജുഡീഷ്യറി ഒരിക്കലും അതിനെ മറ്റ് വിങ്സ് ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റ് വിങ്സ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവുമായിട്ടോ ലെജിസ്ലേച്ചറുമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കാൻ പാടില്ല. പകരം എങ്ങനെയായിരിക്കണം? ജുഡീഷ്യറി എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയിരിക്കണം.
അപ്പൊ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമേ നീതി നിർവഹണം നടക്കപ്പെടുള്ളൂ എന്നതുകൊണ്ടാണ് ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുന്നത്. അപ്പം ആ ഒരു പ്രൊവിഷൻ, ജുഡീഷ്യറി ഷുഡ് ബി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനെ നമ്മൾ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തു. അപ്പൊ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ബോറോ ചെയ്തേക്കുന്നത് ആക്ച്വലി അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എന്നാൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തത്? അത് UK എന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലെങ്കിലും നിങ്ങൾ ആ പോയിന്റ്സിനെ എല്ലാം എന്നല്ല ഒരു വിധം കാര്യങ്ങൾ നമുക്ക് ആ ഒരു രീതിയിലെങ്കിലും നമുക്ക് എക്സാമിന് കണക്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി USA ബോറോ ചെയ്തു എന്ന് പറഞ്ഞു. സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ആക്ച്വലി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാര് 1700s സുപ്രീം കോർട്ട് കൊണ്ടുവരുന്നുണ്ട്. 1770കളിലൊക്കെ സുപ്രീം കോടതി ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട് കൊൽക്കത്തയില്. എന്നാൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ജുഡീഷ്യറി ആയിട്ട് നമ്മുടെ ജുഡീഷ്യറിയെ മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം കോർട്ടിനെ മാറ്റുന്നത്, നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയൊക്കെ മാറ്റുന്നത് കൂടുതലും അമേരിക്കയുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ്. അപ്പൊ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ആശയത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് USA കോൺസ്റ്റിറ്റ്യൂഷനെ മാതൃകയാക്കിക്കൊണ്ടാണ്. അടുത്തൊരു പോയിന്റ് ജുഡീഷ്യൽ റിവ്യൂ ആണ്. ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 13 ഒക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ 13 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാല് കോടതിക്ക് ഒരു നിയമത്തെ റിവ്യൂ ചെയ്യാനുള്ള അധികാരമാണ്. ഇപ്പൊ നമ്മൾ സിനിമയൊക്കെ റിവ്യൂ ചെയ്യുന്ന പറയാറില്ലേ, സിനിമാ പുസ്തകങ്ങളൊക്കെ നിരൂപണം ചെയ്യാന്ന് പറയും, റിവ്യൂ ചെയ്യാൻ. അത്തരത്തിൽ തന്നെ നിയമത്തെയും നിരൂപണം ചെയ്യാൻ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള കോടതികൾക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ജുഡീഷ്യറി ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, നിയമനിർമ്മാതാക്കൾ, ഇപ്പൊ പാർലമെന്റ് ആവാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആവാം, അവരുണ്ടാക്കുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ, ഭരണഘടനാപരമായിട്ട് സാധുതമായി നിൽക്കുന്നതാണോ, ഭരണഘടനയോട് യോജിക്കുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുകയും അതിൽ ഭരണഘടനയോട് ലംഘിക്കുന്ന പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതിനെ അസാധുവാക്കി വോയിഡ് ആയി ഡിക്ലെയർ ചെയ്യാനുള്ള കോടതിയുടെ ആ അധികാരത്തിന്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പാർട്ട് 3 ഒക്കെ പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള നിയമമായിട്ട് നമ്മൾ എന്തിനെ പറയുന്നു? ഭരണഘടനയെ പറയുന്നു. അപ്പൊ അത് സുപ്രീം ആയിട്ടുള്ള നിയമം, ഏറ്റവും അത്യാന്തികമായിട്ടുള്ള, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നിയമം ഇന്ത്യയിൽ ഭരണഘടന ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മറ്റ് നിയമങ്ങൾ ഭരണഘടനയോട് യോജിക്കുന്ന രീതിയിൽ വേണം ഡ്രാഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ വേണം നിലനിൽക്കാൻ എന്നുള്ളതാണ്. അപ്പൊ ഭരണഘടനയോട് യോജിക്കാത്ത രീതിയിൽ, ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു പ്രൊവിഷനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നും അങ്ങനെ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഉണ്ടാക്കുന്ന നിയമത്തെ റിവ്യൂ ചെയ്യാനും അതിനെ വോയിഡ് ആയി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. അതാണ് ഇവിടെ ജുഡീഷ്യൽ റിവ്യൂയോട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് എന്താ പറയുന്നത്? പ്രസിഡന്റ് ആസ് എക്സിക്യൂട്ടീവ് ഹെഡ്. പ്രസിഡന്റ് ആസ് എക്സിക്യൂട്ടീവ് ഹെഡ്. പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഹെഡിനെ പോലെ പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം. പ്രസിഡൻഷ്യൽ രീതിയിൽ ഭരണം നടക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. അപ്പൊ പ്രസിഡന്റിന് കൂടുതൽ അധികാരം കൊടുക്കുന്ന പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എവിടെ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രൊവിഷൻ നമ്മൾ USA ബോറോ ചെയ്തു. അടുത്തതായിട്ട് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും USA എന്നാണെന്ന് ഓർത്തു വെക്കുക. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്ന്, അതായത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരത്തിന്റെ പേരാണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഇംപീച്ച്മെന്റ്. അപ്പൊ പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ നടത്തിയാലാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആർട്ടിക്കിൾ 61 പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 5 പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാൻ വിശദമായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോ ചെയ്ത പ്രിൻസിപ്പിള് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് USA നിന്ന് വന്നിട്ടുള്ള ഭരണഘടനയുടെ സ്രോതസ്സുകളായിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്സ്. ഒന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റ് ആസ് എക്സിക്യൂട്ടീവ് ഹെഡ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ഓർക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ എന്തായാലും ഓർക്കണം. അതായത് നമ്മൾ ജുഡീഷ്യറിയൊക്കെ ആയി ബന്ധപ്പെട്ട് പിന്നെ പ്രസിഡന്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് കൂടുതൽ പ്രൊവിഷൻസ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. എന്നാൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ആശയങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തേക്കുന്നത്? അത് UK അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാം അങ്ങനെയൊന്നല്ല, പക്ഷെ ആ ഒരു പോയിന്റിലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇവിടെ അവസാനിക്കുന്നില്ല ആക്ച്വലി ഈ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മറ്റൊരു ക്ലാസ്സിൽ ബാക്കി സോഴ്സസ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.